നമസ്കാരം. ഇച്ഛാപൂർത്തിയുടെ ഗ്രഹമാണ് രാഹു. അതായത് 11ാം ഭാവം എന്നത് ഇച്ഛാപൂർത്തിയാണ്, ആഗ്രഹപൂർത്തിയാണ്. അപ്പോൾ 11ാം ഭാവത്തിൻ്റെ കുംഭത്തിൻ്റെ അധിപനാണ് ശനിയും രാഹുവും. അപ്പോൾ രാഹുവിനവിടെ ഒരു കോ റൂളർഷിപ്പുണ്ട്. ശനിയേക്കാളും ഒന്നുകൂടി ആ ഒരു 11ാം ഭാവത്തിൻ്റെ ഇച്ഛാപൂർത്തി, നമ്മുടെ ആഗ്രഹപൂർത്തി എന്നത് സഫലീകരിക്കുന്ന ഒരു ഗ്രഹം രാഹു തന്നെയാണ്. കലിയുഗത്തിൽ രാഹുവിനെ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു ഗ്രഹമില്ല. ആർക്കാണോ ഈ രാഹുവിനെ സ്വന്തം ജാതകത്തിലെ രാഹുവിൻ്റെ പ്ലേസ്മെൻറ്റിനനുസരിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നത്, അതായത് നമ്മുടെ കർമ്മങ്ങളെ തന്നെ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്, അവർക്ക് നല്ല വിജയം തരുന്ന ഒരു ഗ്രഹമാണ് രാഹു. പറയുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. കാരണം എല്ലാവരും ഏറെ ഭയക്കുന്ന ഒരു ദശയാണ് രാഹു മഹാദശ. രാഹു മഹാദശ കാലത്തുള്ള കഷ്ടപ്പാട്, അതുപോലെ രാഹു എവിടെ ഇരിക്കുന്നുവോ അവിടെ തരുന്ന പ്രതിസന്ധികൾ, അതുപോലെ പല കാര്യങ്ങളിലെ തടസ്സവും, ഏത് ദശാകാലങ്ങളിലും രാഹുവിൻ്റെ അന്തർദശ വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഏത് ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ആ മഹാദശ കാലത്തിൻ്റെ ഇടയ്ക്ക് മറ്റു ഗ്രഹങ്ങളുടെ സബ്ദശകൾ, ചെറിയ സമയങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ രാഹുവിൻ്റെ അന്തർദശകൾ വരുമ്പോഴും അത് പ്രശ്നങ്ങൾ തരാറുണ്ട്. പക്ഷേ രാഹു ചില പൊസിഷനുകളിൽ വളരെ നല്ല ഫലം തന്നെയാണ് തരുന്നത്. എന്നിരുന്നാലും രാഹു 11ാം ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് നാച്ചുറൽ സോഡിയാക്കിലെ, കൂടാതെ രാഹു എവിടെ ഇരിക്കുന്നുവോ ആ ഭാവത്തിൽ, ആ സ്ഥാനത്ത്, അത് നമുക്ക് നമ്മുടെ ഇച്ഛ പൂർത്തീകരിക്കാൻ, നമുക്ക് ലാഭം തരാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷെ നമ്മുടെ കർമ്മം എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഫലം. കൂടാതെ നമ്മുടെ ആഗ്രഹം എങ്ങനെയാണ്, ഏത് വഴിക്കാണ് നമ്മുടെ ആഗ്രഹം പോകുന്നത്, എന്താണ് നമ്മുടെ ആഗ്രഹം, പിന്നെ നമ്മുടെ അധ്വാനം ഏത് വഴിക്ക് പോകുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ രാഹു ആഗ്രഹപൂർത്തി തരുന്നത്. അതായത് 11ാം ഭാവത്തിന് നമുക്ക് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്, നമ്മുടെ 11ാം ഭാവാധിപന്. അതായത് മേടം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവാധിപൻ ശനിയും രാഹുവിനും ആണുള്ളത്. അപ്പോൾ ഇവർക്ക് ഈ മേടം ലഗ്നക്കാരൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ ഒരു ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ ഏത് ഭാവത്തിലിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇച്ഛാപൂർത്തി ആ ഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുതരും. അവരുടെ ദശാകാലങ്ങളിൽ, അല്ലെങ്കിൽ അന്തർദശാകാലങ്ങളിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഗോചര സമയത്ത് ഈ ഭാവങ്ങളിലൂടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ദശാകാലവുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലം കൊണ്ടുതരും. അപ്പോൾ 11ാം ഭാവത്തെ, നമ്മുടെ ജാതകത്തിലെ 11ാം ഭാവത്തെ, രാഹുവിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്കവിടെ ഇച്ഛാപൂർത്തിയുണ്ട്. അപ്പോൾ ആഗ്രഹമില്ലാതെ ആരുമില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു ആഗ്രഹമുണ്ട്. നാച്ചുറൽ സോഡിയാക്കിലെ 11ാം ഭാവം എന്ന് പറയുമ്പോൾ മോക്ഷരാശിയായിട്ടുള്ള മീനത്തിന് തൊട്ട് പുറകിലുള്ള രാശിയാണ്. അതായത് മോക്ഷം വേണം, മുക്തി വേണം, അതുമല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി വേണം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടദൈവത്തെ എനിക്ക് കാണാൻ കഴിയണം, അങ്ങനെ ഒരു ആഗ്രഹമാണെങ്കിൽ പോലും അതും ഈ കുംഭത്തിൽ നിന്ന്, 11ാം ഭാവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ആഗ്രഹം അത് എന്താണെങ്കിലും. പിന്നെ ശനിയും രാഹുവൊക്കെ ജാതകത്തിൽ ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കുറേയൊക്കെ നമ്മൾ സീക്രട്ടായിട്ട് നമ്മുടെ വരുമാനവും, അതുപോലെ നമ്മുടെ കർമ്മരംഗത്തിലെ ചില കാര്യങ്ങളൊക്കെ സീക്രട്ടാക്കി വയ്ക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടവത്തിലോ അതുപോലെ 2ാം ഭാവത്തിലോ ഒക്കെയാണ് ശനിയും രാഹുവും ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളോട് അസൂയയുള്ള ആൾക്കാരുണ്ടാകാം, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ വിജയത്തിൽ, അച്ചീവ്മെൻറ്റ്സിൽ, നിങ്ങളുടെ സേവിങ്സിൽ, അതായത് നിങ്ങൾ അധ്വാനിച്ചിട്ട് പണമുണ്ടാക്കുന്നതിൽ അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാകാം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ. അത് വലിയൊരു ശത്രു തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇടവത്തിലും 2ാം ഭാവത്തിലൊക്കെ പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അത് ശനിയും രാഹുവൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആഹാരമൊക്കെ സ്വന്തമായിട്ട് പാകം ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നിന്ന് കഴിക്കണം. മറ്റുള്ളവർ ഓഫർ ചെയ്യുന്ന ആഹാരം, മറ്റുള്ളവർ തരുന്ന ആഹാരം, അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കി തരാൻ ഒരാൾ വയ്ക്കുക, ഇതൊന്നും ഇവർക്ക് ചേരില്ല. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൈവിഷം എന്ന കാര്യങ്ങളൊക്കെ ഈ ബാധിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ കൂടിയാണ്. ഇതൊരു കോമ്പിനേഷനാണ് അതിൻ്റെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇച്ഛാപൂർത്തി നടത്താനായിട്ട് ഈ രാഹുവിന് കഴിയും. അപ്പോൾ രാഹുവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. രാഹുവിൻ്റെ മാർഗം എന്നത് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാർഗമല്ല. രാഹുവിൻ്റെ മാർഗം എന്നത് കുറച്ചുകൂടി
നിങ്ങളുടെ ആ ഒരു യാഥാസ്ഥിതിക മെൻറ്റാലിറ്റിയിൽ നിന്നും ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ രാഹു നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കുന്നതും. കൂടാതെ 11ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്, ഗെയിൻസ് ആണ്, നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയാം. അതായത് ബിസിനസ്സിൽ നിന്നായാലും ജോലിയിൽ നിന്നായാലും ആ ഒരു പ്രതിഫലം, നിങ്ങളുടെ കൂലി, ശമ്പളം, അതിനെയൊക്കെ കാണിക്കുന്നത് ഈ 11ാം ഭാവം, അതായത് കുംഭം ഇതാണ്. അപ്പോൾ രാഹുവിന് ഈ പറയുന്ന കാര്യങ്ങളുടെ മേലൊരു നിയന്ത്രണവുമുണ്ട്. അതായത് നിങ്ങളുടെ 11ാം ഭാവാധിപൻ, തുലാം ലഗ്നക്കാർക്ക് 11ാം ഭാവാധിപൻ സൂര്യനാണ്. അതുപോലെ വൃശ്ചികം ലഗ്നക്കാർക്ക് അല്ലെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് 11ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. അപ്പോൾ ഈ ബുധന് നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾക്ക് എത്ര വരുന്നു, നിങ്ങൾ എത്ര ശേഖരിച്ചു വയ്ക്കുന്നു, സേവ് ചെയ്യുന്നു, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അതിനെയല്ല, പക്ഷെ എത്ര വന്നു ചേരുന്നു എന്നതിനെ കാണിക്കുന്നത് നിങ്ങളുടെ 11ാം ഭാവാധിപനാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ നാച്ചുറൽ സോഡിയാക്കിലെ 11ാം ഭാവത്തിന് ഒരു വലിയ പ്രാധാന്യം രാഹുവിനുള്ളത് കൊണ്ട് ഈ രാഹുവിൻ്റെ കയ്യിലും നിങ്ങളുടെ ആ ഒരു വരവിനെ, ഗെയിൻസിനെ, ലാഭത്തെ, അത് ഈ രാഹുവിൻ്റെ കയ്യിൽ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് ഇദ്ദേഹം ഒരു മായാവിയാണ്, ഇല്യൂഷനിൽ വയ്ക്കും നമ്മളെ. അപ്പോൾ ഈ ഇല്യൂഷനെ നമ്മൾ മനസ്സിലാക്കുക, ഈ മായയെ നമ്മൾ മനസ്സിലാക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ, അതായത് വന്നു ചേർന്ന പണം നിൽക്കുമോ, വീണ്ടും വീണ്ടും ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ടോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾ ഈ രാഹു തന്നെയാണ്. അതുകൊണ്ട് രാഹു മഹാദശ കാലത്ത് ആ ഒരു 18 വർഷം എന്നത് ശരിക്കും ഒരു മായയിൽ തന്നെ ആയിരിക്കും. മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാനോ അനുസരിക്കാനോ അതിന് അത്ര പെട്ടെന്ന് തയ്യാറാവില്ല. ഒരുപക്ഷെ അത്ര വലിയൊരു അസുഖമോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടമോ വന്നിട്ടില്ലെങ്കിൽ ആരും പറഞ്ഞത് കേൾക്കില്ല. ആ ഒരു മായയിൽ തന്നെ ആയിരിക്കും. ഇതാണ് ശരി, ഇതാണ് യാഥാർത്ഥ്യം എന്നത്. ആ ദശ അങ്ങോട്ട് കഴിയുമ്പോൾ, അതായത് രാഹു മഹാദശയിൽ ചന്ദ്രൻ്റെ അന്തർദശ, പിന്നെ ചൊവ്വയുടെ അന്തർദശയൊക്കെ വരുമ്പോൾ ആ അവസാനത്തേക്ക് എത്തുമ്പോൾ, ആ ചൊവ്വയുടെ അന്തർദശയാകുമ്പോൾ പതുക്കെ ആ മായയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും. അതായത് ചിലപ്പോൾ ചില നേട്ടങ്ങൾ വന്നു ചേർന്നത് ഈ രാഹു മഹാദശ സമയത്തായിരിക്കാം. പക്ഷേ അതിൻ്റെ സ്ഥിരതയെക്കുറിച്ച് ഇപ്പോൾ ആ നേട്ടം എന്തായി, അതായത് ഒരു പേര് ലഭിച്ചതായിരിക്കാം, ഒരു പൊസിഷൻ ലഭിച്ചതായിരിക്കാം, അതുപോലെ പെട്ടെന്ന് വന്ന ആവേശത്തിൽ കടമെടുത്തിട്ട് ഒരു വീടുണ്ടാക്കി അതിൽ താമസിക്കാൻ തുടങ്ങിയതായിരിക്കാം. പക്ഷേ അവസാനം എത്തി നോക്കുമ്പോൾ ചൊവ്വയുടെ അന്തർദശ കാലത്ത്, അതായത് ചന്ദ്രൻ്റെ അന്തർദശ ചൊവ്വയുടെ അന്തർദശ രാഹുവിൽ വന്നിട്ട് ചിന്തിക്കുമ്പോൾ രാഹുവും ചൊവ്വയും ചന്ദ്രനും ഒന്നും നല്ല രീതിയിൽ ജാതകത്തിൽ പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിലാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് തോന്നിപ്പിക്കും. പക്ഷേ ഈ രാഹുവിൻ്റെ അവസ്ഥ നല്ലതാണെങ്കിൽ ശരിക്കും എല്ലാ ലാഭങ്ങളും കൊണ്ടുതരാനും ഇച്ഛാപൂർത്തി തരാനും ഈ രാഹുവിന് കഴിയും, അതിൻ്റെ ദശാകാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഈ രാഹുവിനെ മാനേജ് ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ശരിക്കും ഒരു ഗുരു വേണം നമുക്ക്, ഒരു അഡ്വൈസ്, അതായത് ഒരാളെ നമ്മൾ ഫോളോ ചെയ്യണം, ഒരു ഗുരു ഉപദേശം വേണം. പിന്നെ ഭക്തിമാർഗം വളരെ നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം മറുപടി തരും നിങ്ങൾക്ക്, ഈ തീരുമാനം ശരിയല്ല, ഇപ്പോൾ ഈ തീരുമാനം എടുക്കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ രാഹു എവിടെ ഇരിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങളുടെ 11ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നുവോ അവിടെ ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള ഇച്ഛ പൂർത്തീകരിക്കാൻ ഒരു സാധ്യത തരുന്നു. ഇപ്പോൾ രാഹു കർക്കിടകത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രാഹു 4ാം ഭാവത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അമ്മയിൽ നിന്നോ പ്രോപ്പർട്ടിയിൽ നിന്നോ ലാഭം തരാൻ ഈ രാഹുവിന് കഴിയും. പക്ഷേ ഏത് ദശാകാലത്താണ്, അതുപോലെ നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് ഏത് ഭാവത്തിലാണ് രാഹു ഇരിക്കുന്നത്. ഉദാഹരണത്തിന് രാഹു കർക്കിടകത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് ലാഭം തന്നു, നിങ്ങൾക്ക് നല്ലൊരു ലാഭം ലഭിച്ചു, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട്, നിങ്ങളുടെ ആഗ്രഹത്തിന്. രാഹു കർക്കിടകത്തിലുണ്ടാകുമ്പോൾ വലിയ വീടാണ് ആഗ്രഹിക്കുക, വലിയ സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മോഡേൺ അമ്യൂണിറ്റീസ് ഉള്ള വീടുകളാണ് ആഗ്രഹിക്കുക. ഒരു പക്ഷേ അത് പൂർത്തീകരിച്ചു തന്നു എന്ന് വിചാരിക്കുക. പക്ഷേ രാഹു ലഗ്നത്തിൽ നിന്ന് എവിടെയിരിക്കുന്നു, നിങ്ങളുടെ 6ാം ഭാവാധിപൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ലഗ്നാധിപൻ്റെ ബലം എന്താണ്, പാപഗ്രഹങ്ങളുടെ കൂടെയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ടിരിക്കും പിന്നീട് വരുന്ന ഈ ഒരു ഭവനം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി, വാഹനം എന്നീ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു സുഖം എന്നത്. എന്തിനാണ് വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നത്? അത് നമുക്ക് ഒരു സുഖസൗകര്യമാണ്, ഒരു സൗകര്യമാണ്, ഒരു സന്തോഷമാണ്. പക്ഷേ ഈ ആഗ്രഹം സാധിച്ചിട്ട് അതിൽ നിന്ന് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാനാഥനും, അതുപോലെ ഈ രാഹുവിൻ്റെ കൂടെ ആരാണിരിക്കുന്നത്, ഏത് ഭാവാധിപനാണ്,
നിങ്ങളുടെ അഷ്ടമഭാവാധിപൻ്റെ കൂടെ 11ാം ഭാവത്തിൽ രാഹു ഇരുന്നിട്ട് രാഹുവിൻ്റെ ദശ അല്ലെങ്കിൽ അന്തർദശാ കാലത്തിന് നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാനും അല്ലെങ്കിൽ വളരെ സുഖസൗകര്യമുള്ള നല്ലൊരു പ്രോപ്പർട്ടി വാഹനം സ്വന്തമാക്കാൻ പറ്റി എങ്കിൽ ആ അഷ്ടമഭാവാധിപൻ കൂടെ ഇരിക്കുന്നുണ്ട് എന്നൊരു കാര്യം മറക്കരുത്. അദ്ദേഹത്തിന് ആകസ്മികമായിട്ടുള്ള ചില നെഗറ്റീവ് ഫലങ്ങൾ തരാനും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ദശാകാലം വരുമ്പോൾ ഒരു രോഗമായിട്ടും അല്ലെങ്കിൽ തീരാത്ത കടമായിട്ടും ലഗ്നാധിപൻ്റെ കൂടെ 6ാം ഭാവാധിപൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ 6ാം ഭാവാധിപനും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലോ സ്വാധീനത്തിലോ ഒക്കെയാണ്. അപ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം അനുഭവിക്കാൻ യോഗമുണ്ടോ എന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും. ഉദാഹരണത്തിന് 4ാം ഭാവത്തിൽ 11ാം ഭാവാധിപൻ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വീട് വാഹനം പ്രോപ്പർട്ടി എന്ന ഒരു സുഖത്തെ ഈ 11ാം ഭാവാധിപൻ തന്നു എന്ന് വിചാരിക്കാം. അതുപോലെ നിങ്ങളുടെ ലഗ്നത്തിന് നല്ല ബലമുണ്ടെന്ന് വിചാരിക്കാം. കൂടാതെ നിങ്ങളുടെ 12ാം ഭാവാധിപനും നല്ല രീതിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നാട്ടിൽ ഇത്തരം പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ച് വീടും വാഹനമൊക്കെ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ഇരിക്കുന്നത് വിദേശത്തായിരിക്കും. അതായത് അദ്ദേഹത്തിന് ഇത് സുഖം തരാൻ ഈ ഭവനം, ഈ വീട് വാഹനം പ്രോപ്പർട്ടി എന്നൊരു കാര്യത്തിന് അദ്ദേഹത്തിന് ഡയറക്റ്റ്ലി സുഖം തരാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് അതിൽ നഷ്ടം വന്നിട്ടില്ല. അദ്ദേഹം മറ്റൊരു രാജ്യത്തിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹം എന്നത് അതിനെ അങ്ങനെ അമർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല. ആ ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കുന്നു, എങ്ങനെ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ നോക്കിക്കാണുന്നു എന്നത് മുഖ്യമാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 11ാം ഭാവത്തിൽ നിങ്ങളുടെ 7ാം ഭാവാധിപൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 7ാം ഭാവത്തെ ചൊല്ലിയുള്ള ചില കാര്യം, അതായത് എന്താണ് 7ാം ഭാവത്തിലെ ഒന്ന് ആ ഒരു പദപ്രാപ്തി, മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ജീവിത പങ്കാളി. അപ്പോൾ ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കി തരാൻ കഴിഞ്ഞു എന്ന് വരും ആ ദശാകാലത്ത്. 11ാം ഭാവാധിപൻ്റെ ദശ, ഈ 11ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കണം. പക്ഷേ 7ാം ഭാവാധിപൻ 11ാം ഭാവത്തിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനിഷ്ടപ്പെട്ട ഒരാൾ പങ്കാളിയായിട്ട് വരാൻ സാധ്യതയെ കാണിക്കുന്നു. സാധ്യത മാത്രമാണ്, ഇവിടെ ലവ് മാരേജ് എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു സാധ്യതയുണ്ട്. ലവ് മാരേജിൻ്റെ കോമ്പിനേഷൻ മറ്റൊന്നാണ്. അപ്പോൾ ഇതൊരു സാധ്യതയെ കാണിക്കുന്നു. ഈ 11ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു എന്നതും ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഇച്ഛാപൂർത്തിക്ക് രാഹുവും 11ാം ഭാവാധിപനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ രാഹുവിന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അതിന് ജോലി വേണം. അതായത് ഒരു ഇച്ഛ പൂർത്തിയായി, ഒരാഗ്രഹം പൂർത്തിയായി, അടുത്തത് അങ്ങനെ. അപ്പോൾ ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് അറിയണം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവരുടെ ആ ദശാകാലം അനുകൂലമല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് പലതും നഷ്ടപ്പെട്ടു എന്നും വരാം. അതായത് ഈ രാഹുവിനെ ഒന്ന് നിയന്ത്രിക്കണം. നമുക്ക് ആ ഉള്ളതിലൊരു തൃപ്തി കാണാനും നമ്മൾ പഠിക്കണം. ഒരു തരത്തിൽ 11ാം ഭാവാധിപൻ 3, 6, 8 ഭാവങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അത് നല്ലത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് അധ്വാനത്തിലൂടെ ഒരു ഡെയിലി റുട്ടീൻ, ഒരു ജോലി ചേർന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ കാമത്രികോണം എന്ന് പറയാം, അതിൽ ഇരുന്നിട്ട് ലാഭമുണ്ടാക്കാനുള്ളൊരു വഴിയെ കാണിച്ചു തരുന്നു. ഈ രാഹുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രഡിക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ അതിനെ തൊട്ട് കളിക്കുമ്പോൾ ആ ഇച്ഛാപൂർത്തി എന്നത് വളരെ ശ്രദ്ധിക്കണം. അതായത് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോഴും ആ ഭാവി എങ്ങനെ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ആ ആളെ കല്യാണം കഴിച്ചിരിക്കുന്നു, പക്ഷേ പിന്നീട് എന്താകും എന്നത്, അതിനാണ് മൊത്തത്തിൽ നമ്മൾ എന്താണ് ആ വിവാഹ ജീവിതത്തിലെ സുഖം എന്നതും നമുക്ക് എങ്ങനെ പൊരുത്തപ്പെടാം. ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 11ാം ഭാവത്തിലൊക്കെ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ 11ാം ഭാവത്തിൽ 7ാം ഭാവാധിപൻ ഇരിക്കുമ്പോൾ, ഈ 7ാം ഭാവാധിപൻ ഒരു പാപഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയെ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അവരുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് പ്രയാസം നേരിടേണ്ടി വരും. അപ്പോൾ ആഗ്രഹപൂർത്തി എന്നതൊരു ഭാഗത്തുണ്ട്. അത് ഈ രാഹുവിന് സാധിപ്പിച്ചു തരാൻ കഴിയും. അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരാമം ഇടാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അതുപോലെ വീണ്ടും വീണ്ടും പ്രലോഭനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അടിമപ്പെടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടതാണ്. മറ്റൊരു ഉദാഹരണത്തിന് കുംഭത്തിൻ്റെ അധിപനായിട്ടുള്ള, അതായത് നാച്ചുറൽ സോഡിയാക്കിലെ 11ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള രാഹു വൃശ്ചികത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് അഷ്ടമഭാവത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര തന്നെ നിഗൂഢശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് ആ ഒരു
തന്ത്രമന്ത്രങ്ങളായാലും ഇത് എത്ര തന്നെ അറിയാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ മനഃശാസ്ത്രമായിരിക്കാം, അതായത് നിഗൂഢതകൾ എത്രമാത്രം അറിയാൻ ശ്രമിച്ചാലും അത് മടുക്കില്ല. അവർക്ക് ഒരുപാട് ആഗ്രഹമാണ്. അപ്പോൾ ഇതിനുമെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. അപ്പോൾ അതായത് ഒരു തന്ത്രമാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരാളെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദേവതയെ ആരാധിക്കുന്നു. ഈ ഒരു ജന്മത്തിൽ ആ ഒരു ദേവതയെ ആരാധിക്കാനും ആ ദേവത തന്നെ ഒരുപാട് നമുക്ക് കൃപ തരും. അപ്പോൾ അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. പല കാര്യങ്ങളിലേക്കും ഒരേ സമയം കടന്ന് ചെല്ലാൻ ശ്രമിച്ചിട്ട് ആ ആഗ്രഹത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ, നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ എപ്പോഴും ഈ ഒരു ആഗ്രഹം എന്നൊരു കാര്യത്തിന് ഒരു കൺട്രോൾ വേണം. അപ്പോൾ രാഹു നല്ല ഫലം തരും. പല വീഡിയോകളിലായിട്ട് രാഹു എങ്ങനെ പണം തരും എന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുവിൻ്റെ അജണ്ട എന്നത് ലാഭം തരുക എന്ന് തന്നെയാണ്. 11ാം ഭാവാധിപനായതുകൊണ്ട് അത് ലാഭം തരും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലോ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോ അല്ല. അപ്പോൾ ഒരു നിയന്ത്രണം വേണം ഈ രാഹുവിന്. അപ്പോൾ ശുക്രൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ആ ലസ്റ്റ് നിയന്ത്രിക്കണം. ശുക്രൻ്റെ ദൃഷ്ടിയിലുമൊക്കെ ആണെങ്കിൽ രാഹുവും ശുക്രൻ ദൃഷ്ടി ചെയ്യുകയാണ്, ശുക്രൻ്റെ രാശിയിലാണ്. അതുപോലെ ശുക്രൻ്റെ രാശിയിൽ രാഹു ഇരിക്കുകയാണ്, ശുക്രൻ ആത്മകാരകനാണെന്ന് വിചാരിക്കാം. തിരിച്ചും രാഹു ആത്മകാരകനാണെന്ന് വിചാരിക്കാം. ചില ആൾക്കാർ രാഹുവിനെ ആത്മകാരകനായിട്ട് എടുക്കാറില്ല, ഞാൻ എടുക്കാറുണ്ട്. ഇത്തരം കോമ്പിനേഷനിലൊക്കെ ആ ഒരു ലസ്റ്റിനോടും ഭോഗത്തോടും, കൂടാതെ ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് അമിതമായിട്ടൊരു ആഹാരത്തോടുള്ള ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഒരു ഇതാണെങ്കിലും ഒക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ 11ാം ഭാവാധിപനായാലും രാഹു ആയാലും 12ാം ഭാവത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു ചിലവുകൾ എന്നത് ഗോചരത്തിലാണെങ്കിലും, രാഹു മീനത്തിൽ വന്നപ്പോഴും ആ ഒരു പലതരത്തിലും ചിലവായിട്ടുണ്ടാകും. ചിലവുകൾ എന്നത് കൂടാൻ സാധ്യതയുണ്ട് 12ാം ഭാവത്തിലാണെങ്കിൽ. അപ്പോൾ രാഹു 12ാം ഭാവത്തിലിരിക്കുകയാണ്, നിങ്ങളുടെ 11ാം ഭാവാധിപൻ 12ാം ഭാവത്തിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് ജോലി ചെയ്യുക എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരം. കൂടാതെ നമ്മുടെ വരുമാനത്തിൽ നിന്ന്, നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറച്ച് ഡൊണേറ്റ് ചെയ്യുക എന്നതൊരു പരിഹാരമാണ്. പൊതുവേ ശനിക്കും രാഹുവിനുമുള്ള പരിഹാരം എന്നത് ഡൊണേഷൻസ് തന്നെയാണ്. നിരാലംബരായിട്ടുള്ള ആൾക്കാരെ ആരും അറിയാതെ സഹായിക്കുക എന്ന് തന്നെയാണ്. ഒരു ഫോട്ടോ എടുക്കലോ കാര്യമോ ഒന്നുമില്ലാതെ. സൂര്യനും രാഹുവൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇത് ഷോ ഓഫ് കാണിക്കും, ഫോട്ടോ എടുക്കും. ഒന്നുമില്ലെങ്കിൽ പുറമെ ആരോടും പറഞ്ഞില്ലെങ്കിലും വീട്ടുകാരും ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഇടും. അപ്പോൾ തീർച്ചയായിട്ടും ശനിയും രാഹുവും ഒക്കെ ഒരുമിച്ചുണ്ടാകുമ്പോഴും, എവിടെയെങ്കിലും ശനിയുടെ രാശികളിലിരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ 11ാം ഭാവത്തിലും 10ാം ഭാവത്തിലും 6ാം ഭാവത്തിലും 3ാം ഭാവത്തിലും ഒക്കെ ആണെങ്കിലും, അഷ്ടമഭാവത്തിൽ പിന്നെ അവർ സീക്രട്ടായിട്ട് തന്നെ വയ്ക്കും അവരുടെ കാര്യങ്ങൾ. പക്ഷേ ഈ ഭാവങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ടെൻഡൻസി വരും എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നത്. ഒരുപക്ഷെ വെറുതെ ആയിരിക്കാം, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്ന് കാണിക്കാനായിരിക്കാം. പക്ഷേ ഈ ഡൊണേഷൻസ് എന്ന കാര്യം നിങ്ങളുടെ യാത്രകൾ കാണിച്ചോളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ദാനം വളരെ ഗുപ്തമായിരിക്കണം. ദാനം ചെയ്യേണ്ടത് നമ്മളെ തിരിച്ചൊരു തരത്തിലും സഹായിക്കാൻ കഴിവില്ലാത്ത, നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാരെ, അത്രയ്ക്കും കഷ്ടതയുള്ള ആൾക്കാരെയാണ് സഹായിക്കേണ്ടത്. പോയി ചെന്ന് സഹായിക്കുക തന്നെയാണ് വേണ്ടത്. അത് വളരെ നല്ലൊരു റെമഡിയാണ് രാഹുവിന്. ശരിക്കും പല വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും അത് നമുക്കൊരു രക്ഷയാണ്. അതുപോലെ മറ്റൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഗുരുചണ്ഡാല യോഗത്തെപ്പറ്റി. വ്യാഴവും രാഹുവും ഒരുമിച്ചിരിക്കുമ്പോഴും, വ്യാഴത്തിൻ്റെ ത്രികോണങ്ങളിൽ രാഹു ഇരുന്നാലും മതി. പക്ഷേ ഗുരുചണ്ഡാല യോഗം എന്നത് വ്യാഴവും രാഹുവും ഒരുമിച്ചിരിക്കുമ്പോഴാണ്. പിന്നെ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ആ ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു കടം, ഗുരുവിന് നമ്മൾ ആ ഒരു നന്ദി അറിയിക്കാത്തത്, ദക്ഷിണ കൊടുക്കാത്തത് പലതരത്തിലുമുണ്ട്. ഇത് ഞാൻ ഗുരുവിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് ജ്ഞാനം തരുന്ന ആ ഒരു രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഏത് ഭാവാധിപനാണ് വ്യാഴം, രാഹുവും വ്യാഴവും തമ്മിൽ ഏതൊക്കെ ഭാവങ്ങൾ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ആരൂഢത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഭാവങ്ങളുടെ അധിപന്മാരാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുസരിച്ചിട്ടിരിക്കും ഫലം. പക്ഷേ നമ്മളിതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗുരുചണ്ഡാല യോഗം എന്ന് പറയുമ്പോൾ പൊതുവേ അതൊരു നെഗറ്റീവായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. മറ്റൊരു തരത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് അപാര ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. അതായത് ശരിക്കും രാഹുവിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രത്യേകതയാണ്, എത്ര അറിവ് കിട്ടിയാലും മതിയാവില്ല. അങ്ങനെ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കും. വ്യാഴമായതുകൊണ്ട് ഇവിടെ വേദങ്ങളിലെ ജ്ഞാനമായിക്കോട്ടെ, മറ്റു പുരാണ ഗ്രന്ഥങ്ങളിലെ ഈ ഒരു കോമ്പിനേഷനിലേക്ക് ബുധൻ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ശ്ലോകങ്ങൾ പഠിക്കുന്നതിലാണെങ്കിലും അതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതിലാണെങ്കിലും, രാഹു 11ാം ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് ഈ പറയുന്ന അറിവുകളൊക്കെ സൊസൈറ്റിക്ക് കൊടുക്കാനാണെങ്കിലും
ജ്ഞാനത്തിലൂടെ സൊസൈറ്റിയെ ഉദ്ധരിക്കാനാണെങ്കിലും നല്ലൊരു സമൂഹത്തെ നിർമ്മിക്കാനാണെങ്കിലും ഒക്കെ ഈ ഗുരുചണ്ഡാല യോഗമുള്ളവർക്ക് അല്ലെങ്കിൽ രാഹുവിൻ്റെ ത്രികോണങ്ങളിൽ വ്യാഴം ഉണ്ടാകുമ്പോഴും അവർക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇതിനെ കലിയുഗത്തിൽ ഇതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണണ്ട. അപ്പോൾ നല്ലൊരു ഡീനായിട്ട് മാറാൻ, ഒരു പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് പോകാൻ, ഒരു നല്ലൊരു പ്രൊഫസറാകാൻ, നല്ലൊരു വേദാന്തം ജ്ഞാനം, അതുപോലെ നിഗൂഢശാസ്ത്രം, അത് ആസ്ട്രോളജി ആയിക്കോട്ടെ, മറ്റ് പല മേഖലകളിലേക്കും, പ്രത്യേകിച്ച് അധികം ആരും കടന്നു ചെല്ലാത്ത മാർഗങ്ങളിലേക്ക് തൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിലൂടെ സഞ്ചരിച്ചിട്ട് നല്ലൊരു പേരുണ്ടാക്കാനും അതുകൊണ്ട് സൊസൈറ്റിയെ ഉദ്ധരിക്കാനും കഴിയുന്ന ആൾക്കാർ കൂടിയാണിവർ. വേണ്ടത് വിനയമാണ്. വിനയം ആവശ്യമാണ്. എത്ര ജ്ഞാനമുണ്ടെങ്കിലും ഈ 2 ഗ്രഹങ്ങളും വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഒന്ന് ശരിക്കും രാഹു വായുതത്വമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാട, അതുപോലെ ആ ഒരുപാട് ജ്ഞാനമുണ്ട് എന്നത് അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഈ ജ്ഞാനം പകരുക, ഉദ്ദേശം അതായിരിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നത്. അങ്ങനെ ഇതിനെ നല്ലതാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും നല്ലതാണ്. രാഹു അല്ലെങ്കിൽ 11ാം ഭാവം എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ഒരു സമൂഹത്തെ കൂടി കാണിക്കുന്നു. ഒരു വലിയ ഓർഗനൈസേഷനെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ, നമ്മുടെ ഒരു സമൂഹം എന്ന് പറയാം, സൊസൈറ്റി എന്ന് പറയാം, അതിനെ കാണിക്കുന്ന ഭാവം എന്നത് 11ാം ഭാവമാണ്. അപ്പോൾ ആ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് രാഹു. അങ്ങനെ നോക്കുമ്പോൾ സൊസൈറ്റിയിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമ്മുടെ ജാതകത്തിൽ നല്ലൊരു രാഹു വേണം. അത് ദാനം ചെയ്യാനായാലും അറിവാണെങ്കിലും ആ ഒരു കൊടുക്കാനുള്ള മനസ്സും ശരിക്കും രാഹുവാണ്. പക്ഷേ രാഹു എപ്പോഴും തിരിച്ച് പ്രശസ്തി പ്രതീക്ഷിക്കും. കുംഭത്തിൻ്റെ ഓപ്പോസിറ്റുള്ള രാശി എന്നത് ചിങ്ങമാണ്. അതുകൊണ്ട് രാഹുവിന് ഈ ക്രെഡിറ്റ് പ്രതീക്ഷിക്കും. ഞാൻ ഇന്നത് കൊടുത്തു, എന്നെ അപ്രീസിയേറ്റ് ചെയ്യണം, അത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് അംഗീകാരം വേണം. ആ ഒരു ശരിക്കും സുരഭാനു എന്ന അസുരനാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാകും. എന്നിരുന്നാലും ഇത് മീഡിയയിലാണെങ്കിലും, ഒരു പബ്ലിക് അപ്പിയറൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജാതകത്തിലാണെങ്കിലും, പത്രപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും, സിനിമ തുടങ്ങിയ എഴുത്തുകാരാണെങ്കിലും, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, മറ്റ് സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ മീഡിയ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം, കൂടാതെ എയറോസ്പേസ് തുടങ്ങിയ കാര്യങ്ങളിലും ഇവിടെയെല്ലാം ഈ രാഹുവിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ ചതയം എന്ന നക്ഷത്രത്തിലും ഒരു ഹീലിംഗ് ഉണ്ട്. അതും രാഹുവിൻ്റെ നക്ഷത്രമാണ്, കുംഭത്തിലെ നക്ഷത്രമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നല്ല ഡോക്ടേഴ്സും, അതായത് ആ ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ കഴിയുന്ന ആ ഒരു 100 വൈദ്യന്മാരുടെ ക്വാളിറ്റി ഒരാളിലുണ്ടാകും. ഒരു ചതയം പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, ഒരു ഹീലർ, അവർക്ക് ആ ഒരു കഴിവുണ്ടാകും. അത് രാഹുവിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ആ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും രാഹുവിന് നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ ഏത് വഴിക്കാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നല്ലതാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് എപ്പോഴും നമ്മുടെ ഇഷ്ടദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്കെന്താണ് നല്ലത്, എനിക്ക് എന്താണ് നന്മ വരുന്നത്, അത് അങ്ങ് തന്നാൽ മതി. അങ്ങ് തരുന്നതിൽ ഞാൻ തൃപ്തയാണ്. അതിൽ ഞാൻ ചോദ്യം ചെയ്യില്ല. എന്നെ നേർവഴി കാണിക്കണം. ഇത് തന്നെയാണ് നിങ്ങളുടെ കുലദൈവങ്ങളോടും ഇഷ്ടദൈവത്തോടും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് എനിക്ക് മാർഗം അറിയില്ല, ഞാൻ ശരണാഗതയാണ്, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, അങ്ങ് എന്നെ നയിക്കണം. ആ ഒരു ലെവലിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. രാഹു വളരെ പ്രോമിനൻ്റ് ആകുമ്പോൾ, ലഗ്നത്തിൽ രാഹു കേതുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ബുധൻ്റെ രാശികളിലും ബുധനോടൊപ്പമൊക്കെ ഈ ഒരു രാഹു ഉണ്ടാകുമ്പോഴും ഈ ഒരു സമർപ്പണ മനോഭാവം വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ശ്രമിച്ചു നോക്കാവുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അഡ്വൈസ് എടുക്കും. അതായത് ഒന്ന് ചിന്തിക്കും, ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നമ്മൾ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ, ചിലപ്പോൾ ഈ മാർഗം ശരിയല്ലെങ്കിലോ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. പിന്നെ രാഹു ജാതകത്തിൽ നല്ലതായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വരുമാനം വരുമ്പോഴും ആൾക്കാർ ഒരുപാട് നിങ്ങളെ അതിനെ കുറ്റപ്പെടുന്നതായിട്ടും കാണാം. അതായത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതി. രാഹു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ ഡോക്ടറാണെന്ന് വിചാരിക്കുക. രാഹുവാണ് അദ്ദേഹത്തിന് ഈ ഒരു സമ്പാദ്യം കൊണ്ടു കൊടുക്കുന്നത്, വരുമാനം എന്ന് പറയാം, വരുമാനം കൊണ്ടു കൊടുക്കുന്നത്. അതുപോലെ ഒരു കലാകാരൻ, ഒരു ആർക്കിടെക്റ്റ്, ഇതിൽ ഒരു ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒരു സിനിമാ നടൻ, ആരുമായിക്കോട്ടെ, ഇവർക്ക് ഈ ഒരു രാഹുവാണ്
ഇവർക്ക് വരുമാനം കൊണ്ടു കൊടുക്കുന്ന ഒരു ഗ്രഹം എന്ന് വിചാരിക്കുക അവരുടെ ജാതകത്തിൽ. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചാലും അതെ, തിരുവാതിര, ചോതി, ചതയം, ഈ നക്ഷത്രങ്ങളിലൊക്കെ ജനിക്കുമ്പോഴും നിങ്ങൾക്ക് വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചേ പറ്റൂ. ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുമ്പോൾ നിങ്ങളുടെ തിങ്കിങ്ങും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ വളരെ ട്രഡീഷണലായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനം നേടാൻ, അല്ലെങ്കിൽ മനസമാധാനമാണെങ്കിൽ പോലും ചന്ദ്രൻ ഈ നക്ഷത്രങ്ങളിലിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളും നിങ്ങൾ വളർത്തു മൃഗങ്ങളും ഒക്കെ വ്യത്യാസമുള്ളതാണ്. മറ്റൊരാൾ കണ്ടാൽ എന്തൊക്കെ കലാരൂപങ്ങളോടാണ് ഇവർ ഇഷ്ടം കാണിക്കുന്നത്, എന്തൊക്കെ തരം മൃഗങ്ങളോടാണ് ഇവർക്ക് ഇഷ്ടം, ഏതൊക്കെ തരം സ്ഥലങ്ങളിലാണ് ഇവർ സഞ്ചരിക്കുന്നത്, ആ ഒരു ഡോക്ടറിൻ്റെ ചികിത്സാ രീതി ഒരു വ്യത്യാസമാണ്, അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന ടൈം വളരെ വ്യത്യാസമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വരും. അത് പാപഗ്രഹങ്ങൾ നമുക്ക് എന്ത് കൊണ്ടു തരുമ്പോഴും ഈ ആൾക്കാർ പറയുന്നത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതങ്ങനെ ആയിരിക്കും. പക്ഷേ ആ ഗ്രഹമാണ് നിങ്ങൾക്ക് ഇന്ന് സുഖം കൊണ്ടുതരുന്നത്, നിങ്ങൾക്ക് ലക്ഷറി കൊണ്ടുതരുന്നത്. അപ്പോൾ ദാനം ചെയ്യുക എന്നത് അതിൻ്റെ ഒരു റെമഡി തന്നെയാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. രാഹു പ്രോമിനൻ്റ് ആയിട്ട് ജാതകത്തിൽ നിൽക്കുമ്പോൾ, രാഹു നിങ്ങൾക്ക് പണം കൊണ്ടുതരുമ്പോൾ. മറ്റൊന്ന് മനസ്സിലാക്കുക, രാഹുവിൻ്റെ സ്വാധീനമുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടർ ആ രീതിയിൽ എത്തിയിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരുപാട് രാത്രിയിലിരുന്ന് പഠിച്ചിട്ട്, കൂടെ പഠിച്ചിരുന്ന പല കൂട്ടുകാരൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരുപാട് മെനക്കെട്ടിരുന്ന് പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും കൂടാതെ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് വിദേശത്തുമൊക്കെ പോയി ഒരുപാട് അധ്വാനിച്ചു. പഠിക്കുക എന്നതും ആ ഒരു വിലയേറിയ സമയം, ജീവിതത്തിൻ്റെ നല്ല സമയം, ആ ടീനേജ് തൊട്ടുള്ള എല്ലാവരും പലതരത്തിലും എൻജോയ് ചെയ്യുന്ന ആ ഒരു സമയം നന്നായി പഠിച്ചിട്ട് അതിനുവേണ്ടി മാതാപിതാക്കൾ ഒരുപാട് ചിലവാക്കിയിട്ട് നല്ലൊരു ഡോക്ടറായിട്ട് മാറിയിട്ട്, പ്രത്യേകിച്ച് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ, രാഹുവാണ് നിങ്ങൾക്ക് വരുമാനം കൊണ്ടുതരുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രഹം എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ വരുമാനം വാങ്ങുമ്പോൾ, അതായത് എൻ്റെ ഫീസ് ഇതാണെന്ന് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കല്ലെടുത്ത് എറിയാൻ വരണം. കാരണം കുംഭത്തിൻ്റെ മറ്റൊരു അധിപൻ ശനിയാണ്. 11ാം ഭാവത്തിന് 2 അധിപന്മാരുണ്ട്, അതിലൊന്ന് ശനിയാണ്. അപ്പോൾ ശനി എന്നത് പബ്ലിക്കിനെ കൂടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആൾക്കാർ എന്തു പറയും? ഒരു ഡോക്ടറാണ്. ആൾക്കാർ നിങ്ങളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടോ നിങ്ങളുടെ ഫാമിലി അതിനു വേണ്ടി ചിലവഴിച്ചതോ, ഈ പഠിത്തം എന്നൊരു കാര്യം, അതിനൊരു അധ്വാനമുണ്ട് എന്നതൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ രാഹു നിങ്ങൾക്ക് പണം തരണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നത് തന്നെയാണ്. എന്തായിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ്, അത് തന്നെയായിരിക്കണം ഇപ്പോഴും. രാഹു എപ്പോഴും നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമ, മറ്റു മേഖലകളിൽ, എഴുത്ത്, കലാകാരന്മാർ, നിങ്ങൾ ആരുമായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, രാഹുവാണ് നിങ്ങൾക്ക് പണം കൊണ്ടു തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലയൻസിനോ ബിസിനസ്സിനോ ഒന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ആൾക്കാരെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. പാപഗ്രഹങ്ങളെ അങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതും. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം. അതായത് ആ രാഹുവിൻ്റെ മേഖലകൾ, ശനിയുടെയും രാഹുവിൻ്റെയും മേഖലകൾ തീർച്ചയായിട്ടും സ്പേസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യാഴത്തിൻ്റെ സ്വാധീനം കൂടി വരുന്നുണ്ട്. എന്നാലും നല്ല ഇൻകമുള്ള ഒരാളായിട്ട് മാറണം എൻ്റെ മകൻ, മകൾ എന്ന് വിചാരിക്കുമ്പോൾ അത് നേടുന്ന മറ്റുള്ള ആൾക്കാർ അധ്വാനിച്ചിട്ട് സ്വന്തം കഴിവുകൾ കൊണ്ട് പഠിച്ച് ഒക്കെ ഇത് നേടുന്ന ആൾക്കാരോട് ഇതേ ആൾക്കാർക്ക് തന്നെ അസൂയയും ഉണ്ടാകും. അത് ശനിയുടെയും രാഹുവിൻ്റെയും പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ചൊവ്വ കൂടി ഈ ഒരു കോമ്പിനേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ, ചൊവ്വ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് എന്നത്, 11ാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ശനിയും രാഹുവും 11ാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാനും പഠിക്കണം. പാപഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നല്ല തന്നെയാണ്. പല കാര്യങ്ങളിലും സുഖഭോഗങ്ങൾ നേടാനായിട്ട് അവരെ ഒരു നിയന്ത്രണം, അവരുടെ മേലെ നമുക്കൊരു നിയന്ത്രണം കിട്ടണമെങ്കിൽ അതിന് ഭഗവത് ആശ്രയം, നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ആശ്രയമായിരിക്കണം. ഞാനൊന്നുമല്ല, ഇന്നെൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഭൂമിയെ സ്പർശിച്ചിട്ടാണ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റി. ഈ ഭൂമി എൻ്റെ ചരണങ്ങൾ പതിക്കുന്നത് കൊണ്ട് ആ ഭൂമി ദേവിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തൊട്ടുതലയിൽ വെച്ചിട്ട് ഓം ഭൗമായ നമഃ, ഓം മംഗളായ നമഃ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു സ്ഥലത്തെ, ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ സ്ഥാനദേവത, ഗ്രാമദേവത, ഏത് സിറ്റിയിലാണെങ്കിലും അവിടെ ഇൻവിസിബിളായിട്ടൊരു ദേവതയുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ ആ സ്ഥാനദേവതയെ
ഗ്രാമദേവതയെ മനസ്സിൽ ധ്യാനിച്ചിട്ട്, നിങ്ങളുടെ കുലദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച്, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട്, ഇനി ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതൻ നിങ്ങൾക്ക് ആ ഒരു ദശാകാലത്ത് വേറൊരു ദേവതയെ കൂടി നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേവതയെ കൂടി മനസ്സിൽ സ്മരിച്ചിട്ട് വേണം നിങ്ങളുടെ ദിവസങ്ങൾ തുടങ്ങാൻ. തീർച്ചയായിട്ടും നമ്മൾ ഗ്രഹങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ പുരോഗതി വരുന്നതാണ്. ഒരു ആശ്രയം നമുക്ക് നമ്മുടെ ഇഷ്ടദൈവമാണ് തരുന്നത്, അത് മറക്കരുത്. നമ്മുടെ ബയോളജിക്കൽ പാരൻസ് ഒരു ഭാഗത്തുണ്ടെങ്കിലും നമ്മുടെ അതിലും അപ്പുറത്താണ് ഭഗവാൻ എന്നത് എപ്പോഴും മറക്കാതെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് രാഹുവിനെ പറ്റി, ലാഭത്തെപ്പറ്റി, 11ാം ഭാവത്തെപ്പറ്റി, അങ്ങനെ കുറച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.